റോമാലേഖനം 11-ാം അധ്യായം 34-ാം വാക്യം. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആര്? റോമാലേഖനം ചോദ്യങ്ങളുടെ ഒരു സംഹാരമായി കാണാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ മുഖാന്തരം ദൈവം ജനത്തോട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിൽ സുപ്രധാനമായ ഒരു ചോദ്യമാണ് കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആര്? ഈ ലോക ജീവിതത്തിൽ വിശ്വാസികളായി നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ ഹിതം അറിഞ്ഞ വ്യക്തികൾ എന്നുള്ള അർത്ഥത്തിലല്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹാത്മ്യവും ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ മഹാത്മ്യവും ദൈവത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹാത്മ്യവും വർണ്ണിക്കുമ്പോൾ ഇവിടെ പറയുകയാണ് കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവർ ആരാണുള്ളത്. ആ നിലയിൽ ആരും ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ കാര്യം. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ കർത്താവിൻ്റെ ഹിതം അറിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോയാൽ, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നാം മുമ്പോട്ട് പോയാൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹവും നന്മയുമായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ശോഭനമായൊരു ഭാവി അവിടെ ഉണ്ടാകും. ആകയാൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്ക് കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞ് അങ്ങനെ തന്നെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.